ഇന്ത്യ മഹാരാജ്യത്തെ ബാധിച്ചിരിക്കുന്ന അസാധാരണമായ സാഹചര്യം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എല്ലാവരും കേൾക്കെ ഉറക്ക വിളിച്ചു പറയുന്നു. സെമിനാർ പോലെ, മീറ്റിംഗ് പോലെ ഇന്ത്യയിലെ എല്ലാ മാധ്യമപ്രവർത്തകരെയും ഇരുത്തി തെളിവുകൾ സഹിതം LED സ്ക്രീനിൽ എങ്ങനെയാണ് BJPയോടൊപ്പം ഇലക്ഷൻ കമ്മീഷനും കൂടി ചേർന്ന് ഓരോ സംസ്ഥാനത്തെയും ജനവിധി മോഷ്ടിക്കുന്നത് എന്ന് അക്കമിട്ട് തെളിവുകൾ നിരത്തി കാണിക്കുന്നു. രാജ്യത്തെ മുഴുവൻ വോട്ടർ പട്ടികയും അസ്ഥിരപ്പെടുത്തി പുതിയത് സുതാര്യമായും സത്യസന്ധമായും ചെയ്യാനൊരുങ്ങുകയാണെന്ന് ജ്ഞാനേഷ് കുമാർ ആവശ്യപ്പെടുമ്പോൾ ഈ ജ്ഞാനേഷ് കുമാറിനും സംഘത്തിനും യാതൊരു നീതിയില്ലെന്നും ഈ ചെയ്യുന്നത് അധാർമികമാണെന്നും ഉറക്കെ പറയുകയാണ് രാഹുൽ ഗാന്ധി. ആരെങ്കിലും സുപ്രീം കോടതിയെ സമീപിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അത് കേട്ട് ഒരുപാട് പേർ പൊട്ടിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് കോമഡിയായി മാറുകയാണ്. കേസുമായി സമീപിക്കുമ്പോൾ അത് പരിഗണനയ്ക്കെടുക്കുകയും അതിൽ വിധിപ്രസ്താവന നടത്തുകയും ആ വിധിപ്രസ്താവനയോളം എന്തെങ്കിലും നടപടികൾ കാത്തു നിൽക്കാതെ അതെല്ലാം ആരംഭിക്കുകയും ചെയ്യുന്ന പുതിയ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മിസ്റ്റർ ഗവായി അദ്ദേഹം പറഞ്ഞത് തന്നെ മറികടക്കാൻ വേണ്ടി ബോധപൂർവം കേന്ദ്ര സർക്കാർ ബെഞ്ച് മാറ്റാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും 5 അംഗ ബെഞ്ചിലേക്ക് മാറ്റണമെന്ന് പറയുന്നത് എൻ്റെ തീരുമാനത്തെ മറികടക്കാനായി പാതിരാത്രിയിലാണ് ചെയ്യുന്നത്, അത് ശരിയല്ലെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസാണ്. നീതിക്ക് വേണ്ടി ഇന്ത്യൻ പൗരൻ അവസാനം ആശ്രയിക്കുന്ന ഏറ്റവും വലിയ നീതിയുടെ ഗോപുരത്തിൽ നിന്നാണ് അത്തരം നിസ്സഹായതയുടെ ശബ്ദമുയരുന്നത്. അവിടെയാണ് ഹരിയാനയുടെ ഹൈഡ്രജൻ ബോംബ് ഫയലുകൾ ഇന്ന് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. ആർക്കും നിഷേധിക്കാനാവാത്ത വിധം അദ്ദേഹം കൃത്യമായി അതിൻ്റെ വിവരങ്ങളെല്ലാം അക്കമിട്ടക്കമിട്ടാണ് അദ്ദേഹം വിവരിക്കുന്നത്. അതിൽ ഒന്നാമതായി നമ്മൾ കാണേണ്ടത് ബ്രസീലിയൻ മോഡൽ പോലും ഇന്ത്യയിൽ 100 കണക്കിന് വോട്ട് ചെയ്തു. എന്തെന്ന് വെച്ചാൽ 100 കണക്കിന് വോട്ടുകൾ ചെയ്യാൻ വേണ്ടി വ്യാജ ഐഡികൾ സൃഷ്ടിച്ചപ്പോൾ ചിത്രങ്ങൾ തന്നെ മതിയാകാതെ വന്നപ്പോൾ ബ്രസീലിയൻ മോഡലുകളുടെ ചിത്രം വെച്ചാണ് വ്യാജ പേരുകൾ ഉണ്ടാക്കി വോട്ടിംഗ് നടന്നത്. 1,24,000 വോട്ടുകളാണ് ബ്ലഡ് വോട്ടുകളായി, മുഖം കാണാത്ത ഐഡികളായി വോട്ടിങ്ങിനായി ഉപയോഗിച്ചതെന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. അതിൽ മമതയുണ്ട്, സിന്ധു ഉണ്ട്, പൂജയുണ്ട്, അതുപോലെ തന്നെ മറ്റു പല പേരുകളിലുണ്ട്. ഇവരെല്ലാവരും തന്നെ വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ ശൈലിയിൽ ബ്ലഡായിട്ടുള്ള വോട്ടിലൂടെ അവരുടെ പേരുകൾ പോലും തിരിച്ചറിയാത്ത വിധം വ്യാജ പേരുകളിലൂടെ ഈ ഒരുപാട് വോട്ടുകൾ ഹരിയാനയിൽ ചെയ്തുവെന്നും ഹരിയാനയുടെ ജനവിധി മാറിയതെങ്ങനെയാണെന്നും എങ്ങനെയാണ് അവിടെ പരിശോധിച്ച പോസ്റ്റ് പോൾ സർവേകൾ പറഞ്ഞതെന്നും എങ്ങനെയായിരുന്നു പോസ്റ്റൽ ബാലറ്റ് എണ്ണിയപ്പോൾ ഹരിയാനയുടെ സ്ഥിതിയെന്നും പിന്നീട് എങ്ങനെയാണിത് മാറി മറിഞ്ഞതെന്നുമുള്ള കണക്കുകളാണ് രാഹുൽ ഗാന്ധി ഇന്ന് രാജ്യത്തിന് മുമ്പിൽ വെച്ചത്. 1,24,000 ബ്ലഡ് വോട്ടുകളാണ് വിവിധ ആ വോട്ടർ പട്ടികയിൽ എണ്ണി അദ്ദേഹം കാണിച്ചത്. കൂടാതെ 1000 പേർക്കെങ്കിലും UPയിലും ഹരിയാനയിലുമായി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും വോട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂരിൽ ചെയ്തതുപോലെ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ മത്സരിക്കാൻ വന്നപ്പോൾ പല ഭാഗത്തുനിന്നായി പല വോട്ടുകളും അവിടെയും ചേർത്ത് അവിടെ വോട്ട് ചെയ്ത ശേഷം അത് കഴിഞ്ഞപ്പോൾ മറ്റ് സ്ഥലത്തേക്ക് പോയതുപോലെ ഇവിടെ മാറ്റിയും തിരിച്ചും ചെയ്ത് ആയിരക്കണക്കിന് ബൾക്ക് വോട്ടുകൾ ചെയ്തതിൽ UPയിലെ BJPയുടെ സർപഞ്ചായ ആളിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഹരിയാനയിൽ എങ്ങനെ വോട്ട് ചെയ്തു, UPയിൽ എങ്ങനെ വോട്ട് ചെയ്തു എന്ന് കാണിക്കുന്നത്. മൂന്നാമതായുള്ളത് 0 നമ്പറുകളിൽ ഏതാണ്ട് 10,000 വോട്ടുകൾ, അത് ഏതാണ്ട് 4 ലക്ഷത്തിലധികം വരും. ആ 4 ലക്ഷത്തിലധികം വരുന്ന വോട്ടുകൾ 0 നമ്പറുകളിൽ ഹോംലെസ് ആണെന്ന് കാണിച്ചുകൊണ്ട് ഒരു തെളിവുമില്ലാതെ, നിങ്ങൾ ഓർക്കണം, SIR നടത്തുമ്പോൾ നിരവധി തെളിവുകളും രേഖകളും ഒക്കെ ആവശ്യപ്പെടുന്ന സംവിധാനത്തിൽ ഈ തെളിവുകളെല്ലാം വ്യാജമായി സൃഷ്ടിച്ച് വ്യാജമായ വോട്ടർ പട്ടിക ഉണ്ടാക്കി ആ വ്യാജമായ വോട്ടർ പട്ടികയിലൂടെയാണ് രാജ്യത്തെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് മോഷ്ടിച്ചതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതുപോലെ തന്നെ ബൾക്ക് വോട്ടേഴ്സായി 19 ലക്ഷം വോട്ടുകളാണ് ഹരിയാനയിൽ ചേർത്തത്. 19 ലക്ഷം വോട്ടുകൾ എന്ന് പറയുമ്പോൾ 10 വോട്ടിൽ കൂടുതൽ എവിടെയെങ്കിലും ഉണ്ടായാൽ ആ വോട്ടുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഗ്രൗണ്ടിൽ പോയി അന്വേഷിക്കണമെന്ന് പറയുന്ന ചട്ടമുള്ള ഇലക്ഷൻ കമ്മീഷൻ 100 കണക്കിന് വോട്ടുകൾ ഓരോ ഫ്ലാറ്റുകളുടെയും പേരിൽ ചേർത്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് വോട്ടുകളാണ് അട്ടിമറിയിലൂടെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ നടത്തിയത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ തെളിവുകളെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ ഇത് വളരെ സുതാര്യമായി കണ്ടുപിടിക്കാമെന്നിരിക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ച CCTV ദൃശ്യങ്ങൾ 45 ദിവസം കൊണ്ട് നശിപ്പിച്ച് കളയുകയും പിന്നെ ഒരു രേഖയും ഇല്ലാത്തവണ്ണമാക്കി കളയുകയും CCTV ദൃശ്യങ്ങൾ കൊടുത്താൽ അമ്മ പെങ്ങന്മാരുടെ കാഴ്ചകൾ പങ്കുവെക്കുന്നതിൻ്റെ അപകടം പറയുന്ന ജ്ഞാനേഷ് കുമാർ
യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ സംശയവും വലിയ അപമാനവുമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പരസ്യമായി പറയുന്നത്. അദ്ദേഹം വിവിധ ഘട്ടങ്ങളിലായി ഓരോ സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ മറുപടി പറയാൻ ഒന്നല്ല ഒരു കൂട്ടം തെളിവുകളാണുള്ളത്. എന്നാലും വൈകുന്നേരമാകുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു പത്രസമ്മേളനം നടത്തി ഇതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല, ചിത്രം പുറത്തു വന്നു പോയാൽ വലിയ ഗുരുതരമായ മിസ്റ്റേക്കാണ്, അത് സീക്രസിയുടെ പ്രൈവസിയുടെ വേറെന്തോ മാങ്ങാത്തൊലിയാണ് എന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ ഇവിടെ കുറേ ഈ പറയുന്ന നമ്മുടെ പണിക്കരെ പോലെ യാതൊരു നീതിയുമില്ലാതെ സംസാരിക്കുന്നവരും മൗനം പാലിക്കുന്നവരുമായ കുറേ പേർ ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യം ജനഹിതത്തിനനുസരിച്ചല്ല, മറിച്ച് മുൻകൂട്ടി കൽപ്പിക്കപ്പെടുന്ന തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു വ്യാജ പ്രക്രിയയായി മാറുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഏതായാലും തെളിവുകൾ അദ്ദേഹം ഇന്ത്യയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ പരിഹാരമെന്ന് ആലോചിക്കേണ്ടത് ഈ ഇന്ത്യ എന്ന വൈവിധ്യം നിറഞ്ഞ രാജ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ പൗരന്മാരുമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത.